തീർച്ചയായും മിഥുന്റെ മൃതദേഹം നിലവിൽ വീട്ടിലെത്തിച്ചിരിക്കുന്നു. വീടിനകത്തേക്ക് മൃതദേഹം കയറ്റിയിട്ടുണ്ട്. വലിയൊരു ജനാവലി ആ വീടിനകത്തും പുറത്തുമായി തടിച്ചുകൂടി നിൽപ്പുണ്ട്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വലിയ ജനസഞ്ചയം സ്കൂളിൽ തന്നെ എത്തി അന്തിമോപചാരം അർപ്പിച്ചതാണ്. പക്ഷേ സ്കൂളിലെത്താൻ കഴിയാതിരുന്ന ആളുകൾ, പ്രദേശവാസികൾ, അയൽവാസികൾ, ബന്ധുക്കൾ അവരൊക്കെയാണ് ഇപ്പോൾ വീട്ടിൽ ഉള്ളത്. 4 മണി വരെ വീട്ടിൽ പൊതുദർശനം. ഇതിനിടയ്ക്ക് അല്പസമയത്തിനകം തന്നെ അമ്മ സുജ ആ വീട്ടിലേക്ക് വന്നു കയറും. സ്വാഭാവികമായും ഏത് വാക്കുകൾ കൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിശ്ചയമായും ബന്ധുക്കൾ, നാട്ടുകാർ, അയൽവാസികൾ കുഴങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 10 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അമ്മ സുജയുമായി വാഹനം പുറപ്പെട്ടത്. 1:30 മണിയോടുകൂടി വീട്ടിലെത്തുമെന്നായിരുന്നു നേരത്തെ കണക്ക് കൂട്ടിയിരുന്നതെങ്കിൽ കൂടിയും ഇപ്പോഴും എത്തിയിട്ടില്ല. 2 മണിക്ക് മുമ്പായി അമ്മ സുജ വീട്ടിലേക്ക് എത്തും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അമ്മയ്ക്കൊപ്പം മിഥുൻ്റെ അനിയൻ സുജിനും 10 വയസ്സുകാരൻ സുജിനും ഒപ്പമുണ്ട്. അമ്മയുടെ സഹോദരിയും കൂടെയുണ്ട്. അല്പസമയത്തിനകം അമ്മയും കൂടി എത്തിയതിനു ശേഷം ഒരു 4 മണിവരെ പൊതുദർശനം, പിന്നീട് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ആ വീടിന് പിറകു വശത്ത് തന്നെയാണ് മിഥുന് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. വിജിൻ വിവരങ്ങൾ നൽകാനുണ്ട്. വിജിൻ, നിരവധി പേർ ആ വീട്ടിലുമുണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ. ഒരുപക്ഷെ കൂടുതലും ബന്ധുക്കളായിരിക്കും, അയൽവാസികളും പ്രദേശവാസികളും ഒക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ അവിടെ ബന്ധുക്കളൊക്കെ നൽകുന്ന വിവരമനുസരിച്ച് സുജ ഏറെക്കുറെ അവിടെ എത്താനായിട്ടുണ്ടോ? അവരുടെ ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? സൈഫുദ്ദീൻ 15 മിനിറ്റിനകം തന്നെ എന്തായാലും അമ്മ സുജ ഇവിടത്തേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വിജിന്റെ കോൾ കട്ടായെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വിജിൻ തുടരാം. പുറത്താണ് പൊതുദർശനത്തിനായി ഇതിന്റെ ശരീരം വെച്ചിരിക്കുന്നത്. അത് കാണാനായി ആളുകൾ തിരക്ക് കൂട്ടുന്നു. ശരി, ഇപ്പോൾ മിഥുൻ്റെ വീട്ടിനകത്തേക്ക് കയറ്റിയിരിക്കുന്നു മൃതദേഹം. വീട്ടിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിജിൻ, കേൾക്കാമോ വിജിൻ? തീർച്ചയായും ചെറിയൊരു സ്പേസാണ്. ഒരു പക്ഷേ ഒരു 10 ആൾ ഒരുമിച്ച് വന്നാൽ തന്നെ തിങ്ങിപ്പോകുന്ന അകമാണ് വീട്ടിലുള്ളത്. പുറത്തും കൂടുതൽ പേർക്ക് നിൽക്കാൻ കഴിയില്ല. പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് വീട്ടിലെ. കൊടിക്കുന്നിൽ സുരേഷ് MP, ഒപ്പം തന്നെ കോവൂർ കുഞ്ഞുമൂർ MLA പൊതുദർശനത്തിൽ